ഹലോ, എല്ലാവർക്കും മണിക്കുട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമുക്ക് സീബ്ര സ്പോൺ കേക്ക് റെഡിയാക്കാം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് സീബ്ര എന്ന ചെറിയൊരു ഓർമ്മ വരുന്നില്ലേ? കണ്ടില്ലേ? അതുപോലെയുണ്ട് ലൈനൊക്കെ അല്ലേ? വളരെ സോഫ്റ്റാണ്, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഇതിന് പ്രത്യേകിച്ച് അവൻ്റെയോ ബീറ്ററിൻ്റെയോ ക്രീമിൻ്റെയോ ഒന്നും ഒരു ആവശ്യമില്ല. 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ, വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് നല്ലൊരു കേക്ക് റെഡിയാക്കി എടുക്കാം. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കിത് വെച്ച് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകത തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 പാത്രം എടുത്തിട്ടുണ്ട്, ഒരു അരിപ്പ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ഗ്ലാസ് മൈദ എടുക്കുക. ഒരേ ഗ്ലാസ് തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. നിങ്ങൾ ഏതാണ് അളവ് പാത്രം എടുക്കുന്നത് അതിൽ തന്നെ എല്ലാ ഐറ്റംസും എടുക്കാൻ നോക്കുക. 3 ഗ്ലാസ് മൈദ ഞാൻ ആഡ് ചെയ്തു. ഇനി അടുത്തത് അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു 1.25 ഗ്ലാസ് പഞ്ചസാര മിക്സിയിലിട്ട് പൊടിച്ചതാണ്, അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ബേക്കിംഗ് പൗഡറാണ്, ഒരു 3/4 ടേബിൾ സ്പൂണോളം. അതേ ടേബിൾ സ്പൂണിൽ തന്നെ ബേക്കിംഗ് സോഡയും ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ അരിച്ചെടുക്കണം. ഈ ഒരു സംഭവം നിങ്ങൾ ഒരിക്കലും വിട്ട് കളയരുത്. ഈ അരിച്ചെടുക്കുന്നതിലൂടെയാണ് നമുക്കത് നന്നായിട്ട് മിക്സായി കിട്ടും, തന്നെയല്ല നല്ല സോഫ്റ്റായിട്ട് കിട്ടും പൊടിയെല്ലാം. ഇതൊരിക്കലും നിങ്ങൾ വിട്ട് കളയരുത് കേട്ടോ. അത് വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേക്ക് അങ്ങനെ പെർഫെക്റ്റ് ആയിന്ന് വരില്ല. പെർഫെക്റ്റ് ആവുന്നവരുണ്ടാവുമായിരിക്കാം, പക്ഷേ എനിക്ക് ഇങ്ങനെ ചെയ്തപ്പോഴാണ് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയത്. എനിക്ക് മാത്രമല്ല, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇതുപോലെ ചെയ്തിട്ടാണ് അവർക്കും പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയത്. ഞാൻ ഇതുപോലെ ചെയ്തെടുക്കാൻ അവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സംഭവം വിട്ട് കളയരുത് കേട്ടോ. ഞാൻ ആ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഇതിലും ഈ ഒരു സംഭവം കാണിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലൊരു 3-4 തവണ അരിച്ചെടുക്കുക. ഇത് ഞാൻ 3 തവണ അരിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് തിളപ്പിച്ച ആറിയ പാലാണ്, നോർമൽ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന പാലാണ്. ഫ്രിഡ്ജിൽ വെച്ച പാൽ ഒരിക്കലും യൂസ് ചെയ്യരുത് കേട്ടോ. എന്നിട്ട് അത് കുറച്ചായി ഒഴിച്ചു കൊടുത്ത് നമുക്ക് കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. ബാറ്റർ ഒരിക്കലും ഒരുപാട് ലൂസ് ആവരുത്, ഒരുപാട് കട്ടിയാവരുത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് വിനെഗറാണ്, 1 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇത് വാനില എസൻസ് ആണ്, ഒരു ഫ്ലേവറിന് വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തു. ഇത് സൺഫ്ലവർ ഓയിലാണ്, ഒരിക്കലും കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത്. സൺഫ്ലവർ ഓയിൽ നമ്മൾ നേരത്തെ എടുത്ത ഗ്ലാസ് ഇല്ലേ, അതിലൊരു 1/4 ഗ്ലാസോളം എടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തു. ബാലൻസ് ഉള്ള പാല് നമുക്ക് നീക്കി വെക്കാം. ഇതാണ് കൺസിസ്റ്റൻസി കേട്ടോ. ഇനി നമുക്ക് ഈ ബാറ്ററിനെ 2 പാത്രത്തിലേക്കാക്കി മാറ്റാം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. അത് വല്ലാണ്ട് കട്ടിയായിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാല് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ലൂസാക്കി എടുക്കാം കേട്ടോ. നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഒരു ചുവട് കട്ടിയുള്ള ഒരു പാൻ നമുക്ക് സ്റ്റവിൽ വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. അതിനുള്ളിൽ ഇത് സോസ് പാൻ ആണ്, നോൺ സ്റ്റിക്ക് ആണ്. ഈ ഒരു പാത്രം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ കുറച്ച് ഹൈറ്റുള്ള പാത്രം എടുത്ത് ഇതുപോലെ ഒരു ഓയിൽ പേപ്പർ വെച്ച് കൊടുത്തിട്ട് നമുക്ക് അതിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ആദ്യം വൈറ്റ് കളറുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മീതെ നമ്മൾ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്ത ബാറ്റർ ഉണ്ടല്ലോ, അതും ഒഴിച്ചു കൊടുക്കുക. ഇത് നോൺ സ്റ്റിക്ക് പാൻ ആയതിൻ്റെ പേരിലാണ് ഞാൻ ഓയിൽ പേപ്പർ വെക്കാത്തത് കേട്ടോ. നിങ്ങൾ നോർമൽ പാത്രമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഓയിൽ പേപ്പർ വെച്ച് കൊടുക്കണം. ഓയിൽ പേപ്പർ വെച്ച് കൊടുത്ത് കുറച്ച് സൺഫ്ലവർ ഓയിൽ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓയിൽ പേപ്പർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ഇതുപോലെ ഓരോന്ന്, ആദ്യം വൈറ്റ് പിന്നെ ബ്ലാക്ക്, അങ്ങനെ ഓരോന്നായിട്ട് ഇതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. കണ്ടില്ലേ? ഇനി ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാനൊക്കെ വളരെ ഈസി ആയിരിക്കും, തന്നെയല്ല കാണാനും ഒരു ഭംഗി തന്നെയാണ്. ഇനി നമുക്ക് ഇത് അടച്ചു വെക്കാം. നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. ഇതിപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു, പ്രീ ഹീറ്റ് ചെയ്തു. ഇത് നമുക്കൊരു 45 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ തന്നെ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഒരിക്കലും ഫ്ലെയിം കൂട്ടാനോ കുറയ്ക്കാനോ പാടില്ല കേട്ടോ. 45 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഈ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒട്ടി പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കേക്ക് വെന്തിട്ടുണ്ട് എന്നാണ് അർത്ഥം, കേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് തണുക്കുന്നതിന് വേണ്ടി നീക്കി വയ്ക്കാം.
ഇത് ചൂടെല്ലാം മാറിയിട്ടുണ്ട്. നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതാ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ വളരെ ഈസിയല്ലേ ഉണ്ടാക്കാനായിട്ട്. ഇത് ഗസ്റ്റൊക്കെ വരുമെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിക്കോളൂ. പ്രസൻറ്റ് ചെയ്യാൻ വളരെ നല്ലതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്റ്റാർ ആവാം. അതുപോലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് 4 മണിക്ക് ചായക്കൊക്കെ ഇതൊപ്പം വളരെ നല്ലതാണ്. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ, അഭിപ്രായം പറയാം. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ വേറൊരു വിഭവമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.